അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് 3 ചേരുവകൾ നമ്മൾക്ക് മിക്സിയിലടിച്ച് അപ്പം തന്നെ ഉണ്ടാക്കണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിലോ അപാര ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തലേദിവസം കുതിർത്ത് വെച്ച 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1/4 കപ്പ് ചോറും കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് ഓപ്ഷണലാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആദ്യം 1/2 കപ്പ് ഒഴിക്കുക, അല്ലെങ്കിൽ അടിഞ്ഞ് കിട്ടൂല. അതിനുശേഷം വീണ്ടും ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ അടിച്ചു വെച്ചേക്കണ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിക്കുന്ന സമയത്ത് ഒരു 3-4 ചെറിയ ഉള്ളി അതിൽ ചേർത്ത് അരച്ചെടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും പിന്നെ ചുവന്നുള്ളി മൊരിഞ്ഞ ആ ഒരു ടേസ്റ്റും ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ചട്ടി കുറച്ച് ഇങ്ങനെ അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത്. 1 ടീസ്പൂണ് ജസ്റ്റ് ഒന്ന് പരറ്റിയാൽ മതി. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിന്ന് ജസ്റ്റ് പരറ്റില്ല, അതേപോലെ പരറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു വശം വേവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൊരിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.